ഈ വേദിയിലേക്ക് കുട്ടികളെ മന്ത്രി കെ ടി ജലീൽ വിളിച്ചു വരുത്തി പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി എൻ ശംസുദ്ദീൻ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് അത് എൻ്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് ടൗണിലാണ് ഈ പരിപാടി നടന്നത്. ഒരു പ്രദേശത്തെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വാർഡുകൾ കൂടി കൗൺസിലർമാർ നടത്തുന്നൊരു പരിപാടി. അതിൽ ജലീൽ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുട്ടികളെ അതിൽ ഒരു ഉപകരണമാക്കുക അല്ലെങ്കിൽ കരുവാക്കുക എന്നുള്ളത് ശരിയല്ല. ആ കുട്ടികൾ വിഷ്വലൈസ് ചെയ്യപ്പെട്ടു, ആ കുട്ടികളെ ലോകം മുഴുവനും കണ്ടു. അപ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി ആ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണല്ലോ രണ്ട് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ശരിയായ രീതി ആയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിലെ ചോദ്യങ്ങളും ഒക്കെ ഒരു നാടകീയത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു പ്രസംഗമധ്യേ ഒരു സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യാം, അതിന് ഞങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് അവിടെ കുട്ടികളെ ഒരു ഉപകരണമാക്കി ആ കുട്ടികൾ പരിഹസിക്കപ്പെട്ടു എന്നത് ഏറെ വേദനാജനകമാണ്. അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് സ്വകാര്യമായിട്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിങ്ങനെ പ്രദർശനാത്മകമായിട്ട് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ഒരിക്കലും അദ്ദേഹം ചിന്തിക്കാതെ പോയി എന്നുള്ളതും ശരിയായില്ല. അതാണതിലെ ഒരു പ്രശ്നം. കാരണം സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനം ഞങ്ങളുടെ മുമ്പിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ ജലീൽ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അക്കാദമിക രംഗത്ത് വലിയ തോതിലുള്ള നിലവാര തകർച്ച. അപ്പോൾ നല്ല മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്ക് പോലും എഴുത്തിലും വായനയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളാണെന്ന് അന്ന് പറഞ്ഞത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ മന്ത്രി ശംസുദ്ദീൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. അതായത് അനുമോദന ചടങ്ങിൽ കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പരിഹസിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അക്കാര്യം ഓർക്കണം. അപ്പോൾ കെ ടി ജലീലിനെതിരെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളെ അത്തരത്തിലൊരു ഉപകരണമാക്കരുത്, വലിയ ജാഗ്രത പാലിക്കണമായിരുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.